ഹലോ ഹായ് എല്ലാവർക്കും ലെനോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഫെബ്രുവരി 1 തൊട്ട് 28 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേര് ലെനോ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? ബിക്കോസ് നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇയർലി കറണ്ട് അഫയേഴ്സും അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് MCQ based ആണ്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും തോന്നി, അതുകൊണ്ടാണ് നമ്മൾ MCQ based ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഹോസ്റ്റഡ് എ മേജർ ഗ്ലോബൽ സമ്മിറ്റ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്താണ്? ഇന്ത്യയിൽ വെച്ചിട്ട് ഒരു ഉച്ചകോടി നടന്നിട്ടുണ്ട്. എന്തിന്റെ ബേസിസിൽ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബേസിൽ ഒരു ഉച്ചകോടി നടന്നിട്ടുണ്ട്. അത് ഫെബ്രുവരി 2026 നടന്നത്. അതിന്റെ ഒഫീഷ്യൽ നെയിം എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഗ്ലോബൽ AI ഫോറം, ഓപ്ഷൻ ബി ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റ് 2026, ഓപ്ഷൻ സി AI വേൾഡ് കോൺഗ്രസ്, ഓപ്ഷൻ ഡി ഡിജിറ്റൽ ഫ്യൂച്ചർ സമ്മിറ്റ്. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്, ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റ് 2026. ഓക്കെ, സോ ദി ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 വാസ് ഹെൽഡ് ഇൻ ന്യൂ ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. എപ്പോൾ തൊട്ടായിരുന്നു? ഫെബ്രുവരി 16 to 20 വരെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഫെബ്രുവരി 2026 നടന്നിട്ടുള്ളത്. ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇതിന്റെ ലോഗോ കണ്ടില്ലേ? ഇതാണ് ഇതിന്റെ ലോഗോ എന്ന് പറയുന്നത്. ഈ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു മലയാളിയാണ്. മലയാളി ടച്ച് ഉള്ള ഒരു ലോഗോയാണ് കേട്ടോ ഇത്. അതായത് ഈ ലോഗോന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. അതായത് ഒഫീഷ്യൽ ലോഗോ ഫോർ AI ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 വാസ് ഡിസൈൻ ബൈ ശ്രീ അജിത് പി സുരേഷ് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിലെ ലോഗോയിൽ 599 എൻട്രീസ് ആണ് വന്നത്. അതിലെ ഏറ്റവും നല്ല ലോഗോ ആയിട്ട് സെലക്ട് ചെയ്തത് നമ്മുടെ മലയാളിയായിട്ടുള്ള അജിത് പി സുരേഷിന്റെ ലോഗോയാണ്. AI ഇമ്പാക്ട് സമ്മിറ്റ് കണ്ടോ, അതിലെന്താണ്? അശോക ചക്ര വന്നിട്ടുണ്ട്, ന്യൂറൽ നെറ്റ്വർക്ക് ഫ്ലയേഴ്സ് വന്നിട്ടുണ്ട്. അതിന്റെ കളർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ കൾച്ചറും റെപ്രസെന്റ് ചെയ്യുന്ന കളർ ഗ്രേഡിയന്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, വെൻ വാസ് ദ 62nd മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് ഹെൽഡ് ഇൻ 2026? ഓപ്ഷൻ എ 1 to 3 ഫെബ്രുവരി, ഓപ്ഷൻ ബി 5 to 7 ഫെബ്രുവരി, ഓപ്ഷൻ സി 13 to 15 ഫെബ്രുവരി, ഓപ്ഷൻ ഡി 20 to 22 ഫെബ്രുവരി. എപ്പോഴാണ് നടന്നത് എന്നുള്ളതാണ്. 62ാമത്തെയാണ് അല്ലെ സെക്യൂരിറ്റി കോൺഫറൻസ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. 13 to 15 ഫെബ്രുവരിയിലാണ് വെച്ചിട്ടാണ് നടന്നത്. ജർമ്മനിയിൽ വെച്ചിട്ടാണ് നടന്നത്. എന്തായിരുന്നു അതിന്റെ നടക്കാനുള്ള ഉദ്ദേശം? എയിം എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ സെക്യൂരിറ്റി ആൻഡ് ജിയോ പൊളിറ്റിക്കൽ ചലഞ്ചസ് ബേസ് ചെയ്തിട്ടാണ് ഇത് നടന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമ്പോർട്ടന്റ് സയൻസ് ഡേയ്സ് ഈസ് ഒബ്സർവ്ഡ് ഓൺ ഫെബ്രുവരി 28? അപ്പൊ ഫെബ്രുവരി 28ന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ക്ലൂ തരാം. രാമൻ എഫക്റ്റ് അല്ലെ. ഓപ്ഷൻ എ നാഷണൽ ടെക്നോളജി ഡേ ആണ്, ഓപ്ഷൻ ബി വേൾഡ് സയൻസ് ഡേ ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ്, ഓപ്ഷൻ സി നാഷണൽ സയൻസ് ഡേ, ഓപ്ഷൻ ഇന്റർനാഷണൽ ഡേ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് ഇൻ സയൻസ്. അപ്പൊ രണ്ട് സയൻസ് ആണ് വന്നിട്ടുള്ളത്. രാമൻ എഫക്റ്റ് ഏത് സയൻസ് ആണ്? നാഷണൽ സയൻസ് ഡേ ആണ് അല്ലെ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, നാഷണൽ സയൻസ് ഡേ. ഫെബ്രുവരി 28 is celebrated as National Science Day in India to honor the discovery of the Raman effect by Sir C.V. Raman. അല്ലെ, അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടല്ലോ. രാമൻ എഫക്റ്റ്, നാഷണൽ സയൻസ് ഡേ ഓൺ ഫെബ്രുവരി 28. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം, വിച്ച് ഇന്റർനാഷണൽ പ്രൊഫഷണൽ ടെന്നീസ് ഇവന്റ് വാസ് ഹെൽഡ് ഇൻ ഇന്ത്യ ഇൻ ഫെബ്രുവരി 2026? അതിൽ ഓപ്ഷൻ എ ATP ചെന്നൈ ഓപ്പൺ, ഓപ്ഷൻ ബി WTA ഇന്ത്യ ഓപ്പൺ, ഓപ്ഷൻ സി ITF ബംഗളൂരു ഓപ്പൺ, ഓപ്ഷൻ ഡി ഗ്രാൻഡ് സ്ലാം ഇന്ത്യ സീരീസ്. സോ ഏത് ടെന്നീസ് ആണ് ഫെബ്രുവരി 2026 ഇന്ത്യയിൽ വെച്ച് നടന്നത് എന്നുള്ളതാണ്. The right answer is ITF ബംഗളൂരു ഓപ്പൺ. The 2026 ITF ബംഗളൂരു ഓപ്പൺ, part of ITF Women's World Tennis Tour, was held from 16 to 22 February on outdoor hard courts in Bangalore. ഓക്കെ, സോ ITF വിമൻസ് വേൾഡ് ടെന്നീസ് ആണ് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ഇൻ ഫെബ്രുവരി 2026 which major vaccination program was launched national wide by the Indian government? അതായത് ഒരു വാക്സിനേഷൻ പ്രോഗ്രാം നടന്നിട്ടുണ്ട്. അത് ഏത് വാക്സിനേഷൻ പ്രോഗ്രാം ആണ് എന്നുള്ളതാണ്. പോളിയോ എറാഡിക്കേഷൻ പ്രോഗ്രാം ആണോ? അല്ല. HPV വാക്സിനേഷൻ പ്രോഗ്രാം ഫോർ ഗേൾസ് ആണോ? അതെ മക്കളെ, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് അല്ലെ. അതെ, HPV വാക്സിനേഷൻ പ്രോഗ്രാം ഫോർ ഗേൾസ് ഓൺ 28 ഫെബ്രുവരി 2026 ഇന്ത്യ ലോഞ്ച്ഡ് നാഷൻ വൈഡ് HPV വാക്സിനേഷൻ ഡ്രൈവ് ടാർഗറ്റിംഗ് ഗേൾസ് ടു പ്രിവെന്റ് സെർവിക്കൽ ക്യാൻസർ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്സിനേഷൻ പ്രോഗ്രാം ആണ് ഏത്? HPV വാക്സിനേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ.
സോ 5 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. വേൾഡ് ക്യാൻസർ ഡേ എന്നാണ്? ഫെബ്രുവരി 3, ഫെബ്രുവരി 4, ഫെബ്രുവരി 6, ഫെബ്രുവരി 7 എന്നാണ് മക്കളെ വേൾഡ് ക്യാൻസർ ഡേ എന്നാണ്? റൈറ്റ് ആൻസർ ഈസ് ഫെബ്രുവരി 4. ഫെബ്രുവരി 4-നാണ് വേൾഡ് ക്യാൻസർ ഡേ. വേൾഡ് ക്യാൻസർ ഡേ is observed on February 4 and is led by the Union for International Cancer Control to raise awareness about cancer prevention, detection and treatment. Okay, so February 4-നാണ് എന്ത് വേൾഡ് ക്യാൻസർ ഡേ. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. The 2026 Winter Olympics were hosted by which country? 2026-ലെ വിന്റർ ഒളിമ്പിക്സ് എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി ഇറ്റലി, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി നോർവേ. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇറ്റലിയാണ് കേട്ടോ. 2026-ലെ വിന്റർ ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഇറ്റലിയിൽ വെച്ചിട്ടാണ്, മിലറ്റ് എന്നുള്ള സ്ഥലത്തായിരുന്നു അല്ലെ. ആൻഡ് കോർട്ടിന ഡി ആംബസോ, ഇറ്റലി, ഇൻ ഫെബ്രുവരി 2026. ഓക്കെ, അടുത്തത് 8ാമത്തെ ചോദ്യം. ദ വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഒബ്സർവ്ഡ് ആണ്. അപ്പോൾ എന്നാണ് വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്? അപ്പൊ നമ്മൾ നാഷണൽ സയൻസ് ഡേ ഫെബ്രുവരി 28 ആണെന്ന് പറഞ്ഞു, ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആണെന്ന് പറഞ്ഞു. ഇനി വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. The right answer is option C, 20 February. The day is observed by the United States to promote equality and social justice worldwide. So the world day of social justice എപ്പോഴാണ് മക്കളെ? 20 ഫെബ്രുവരി 20-നാണ് കേട്ടോ. ഇനി ഫെബ്രുവരി 21-ന്റെ പ്രത്യേകത എന്താണ്? മദർ ലാംഗ്വേജ് ഡേ ആണ് അല്ലെ. മദർ ലാംഗ്വേജ് ഡേ, ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ആണ് ഫെബ്രുവരി 21 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രൊക്ലെയിംഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ചോദ്യം. WHO ആണോ, യൂണിസെഫ് ആണോ, യുനെസ്കോ ആണോ, വേൾഡ് ബാങ്ക് ആണോ? സോ ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ഈസ് പ്രൊക്ലെയിംഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ചോദ്യം. ഏത് ഓർഗനൈസേഷൻ ആയിരിക്കും? യുനെസ്കോ ആണ് അല്ലെ. ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ഫെബ്രുവരി 21 വാസ് പ്രൊക്ലെയിംഡ് ബൈ യുനെസ്കോ ടു പ്രൊമോട്ട് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അതായത് നമുക്കറിയാം മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ പറഞ്ഞത് അല്ലെ, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിന് പെറ്റമ്മ തൻ ഭാഷതാൻ. മറ്റുള്ള ഭാഷകളെല്ലാം കേവലം ധാത്രിമാരാണ്. ധാത്രിമാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളർത്തമ്മ എന്നാണ് അർത്ഥം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിന് പെറ്റമ്മ, മനുഷ്യന് പെറ്റമ്മ എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷ ഏതാണോ അതാണ് നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളം. അപ്പൊ മലയാളത്തിലാണ് നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് അല്ലെ. മലയാളം എന്ന് പറയുന്നത് വെറുമൊരു ഭാഷയല്ല, നമ്മുടെ പാരമ്പര്യത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറിന്റെ എല്ലാത്തിന്റെയും ഒരു ഭാഗമാണ് മലയാള ഭാഷ എന്ന് പറയുന്നത് അല്ലെ. സോ എന്നാണ്? ഫെബ്രുവരി 21-നാണ് കേട്ടോ. അടുത്തത് 9ാമത്തെ ചോദ്യം. 9ഉം 10ഉം കുറച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്ന ചോദ്യമാണ് കേട്ടോ. AI മോഡൽ ജെമിനി വാസ് ഡെവലപ്ഡ് ബൈ വിച്ച് കമ്പനി? ഏത് കമ്പനിയാണ് മക്കളെ? മൈക്രോസോഫ്റ്റ് ആണോ? അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ എല്ലാവരുടെയും ഫോണിലെ ജെമിനി ഉണ്ട്, അതുപോലെ തന്നെ ChatGPT കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഇത് ഡെവലപ്പ് ചെയ്ത കമ്പനി ഏതാണെന്ന് അറിഞ്ഞു വെക്കണ്ടേ? മൈക്രോസോഫ്റ്റ് ആണോ, ഓപ്പൺ AI ആണോ, മെറ്റ ആണോ, ഗൂഗിൾ ആണോ? ജെമിനി ജി ഏതാണ് മക്കളെ? റൈറ്റ് ആൻസർ ഈസ് ഗൂഗിൾ ആണ്. Google developed the Gemini AI model to compete with the advanced generative AI system globally. So AI model Gemini was developed by which company? The right answer is Google. മറന്നു പോകരുത് കേട്ടോ. ഇനി അടുത്തത് 10ാമത്തെ ചോദ്യം. Which company launched the advanced AI chatbot ChatGPT? ChatGPT ലോഞ്ച് ചെയ്തിട്ടുള്ള കമ്പനി ഏതാണ് എന്നുള്ളതാണ്. ജെമിനി നമ്മൾ ഗൂഗിൾ ആണെന്ന് പറഞ്ഞു, ChatGPT ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഗൂഗിൾ ആണോ? ഇതിൽ തന്നെ ഓൾറെഡി ആൻസർ കിടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ മക്കളെ? കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഓപ്ഷൻ എ ഗൂഗിൾ ആണോ? അല്ല. ഓപ്ഷൻ സി ആമസോൺ? ഒരിക്കലും അല്ല. ഓപ്ഷൻ ഡി IBM ആണോ? അല്ല. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ഓപ്പൺ AI ആണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓപ്പൺ AI. ഓപ്പൺ AI developed ChatGPT, a generative AI chatbot based on large language models. So ഓപ്പൺ AI ആണ് എന്ത് ഡെവലപ്പ്? AI എന്ന് അറിയാലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്ഡ് ChatGPT. So Google developed Gemini and OpenAI. അവിടെ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇതാണ്ടോ, OpenAI developed ChatGPT on large language models. ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് വിത്തിൻ 10 മിനിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. അതന്നെയായിരുന്നു ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. നമുക്ക് ആർക്കും സമയമില്ല, പക്ഷെ കൂടുതൽ കാര്യങ്ങൾ കുറച്ച് സമയത്തിൽ കിട്ടുക എന്നുള്ളതാണ്. സോ അതന്നെയായിരുന്നു എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. 10 ക്വസ്റ്റ്യൻസ് 10 മിനിറ്റ്സിലെ എല്ലാ കാര്യങ്ങളും വിത്ത് ഫുൾ എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളത്.
സോ അതിൽ നമ്മൾ ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. 10 മിനിറ്റ് ആവാറായിട്ടേ ഉള്ളൂ. സോ എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് മക്കളെ ചെയ്യുന്നത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.